പഹൽഗാം ഭീകരാക്രമണ കേസിൽ NIA ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 15 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ കസ്റ്റഡിയിലാണ് എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണം നടന്ന് 22-ാം തീയതി ഉച്ചയ്ക്ക് 2:45-ന് ശേഷമാണ് ആക്രമണം ആരംഭിക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ മുതൽ നമ്മുടെ സൈന്യവും കാശ്മീർ പോലീസും ഒക്കെ വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട സുരക്ഷയൊരുക്കി ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആണ് NIA അന്വേഷണം ഏറ്റെടുക്കുന്നത്. ആ അന്വേഷണം 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഇവരിൽ കുറേ പേരെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ അറസ്റ്റ് അപ്പോൾ രേഖപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ പതുക്കെ തെളിവുകൾ ശേഖരിച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ദിവസങ്ങൾക്കകം അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ. എന്തായാലും ഇവർക്കെതിരെ വളരെ കൃത്യമായിട്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ NIAയുടെ കൈവശമുണ്ട്. ഈ ആക്രമണം നടന്ന ആ സമയത്ത് ഇവർ പഹൽഗാമിൽ ഉണ്ടായിരുന്നു എന്നാണ് തെളിയുന്നത്. ഇവരുടെ ഫോൺ ആ സമയത്ത് ആ ലൊക്കേഷനിൽ ആ നെറ്റ്വർക്കിന് കീഴിലായിരുന്നു. പഹൽഗാമിൽ ഇവർ ഫോൺ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ആ ആക്രമണത്തിന് ശേഷം ഇവരെല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് സ്ഥലത്തു നിന്ന് മുങ്ങുകയായിരുന്നു. എന്തായാലും അവരെ NIA കൃത്യമായി പിടികൂടി ചോദ്യം ചെയ്ത് വേണ്ട തെളിവുകൾ എല്ലാം ഹാജരാക്കിയപ്പോൾ അവർക്ക് മറ്റ് പോംവഴികളില്ലാതെ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ വളരെ കൃത്യമായിട്ട് അവരാണ് ഈ അതിർത്തി കടന്നെത്തിയ പാക് ഭീകരന്മാരെ, ആ 4 പേരെ ഇവിടേക്ക് എത്തിച്ചത്, പഹൽഗാമിലെ ബൈസരൺ വാലിയിൽ എത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിവ് സഹിതം NIAക്ക് അവരുടെ മുന്നിൽ സമർപ്പിക്കാനായി, പ്രദർശിപ്പിക്കാനായി. തെളിവുകൾ കണ്ടതോടുകൂടി ആ വസ്തുതകൾ കൃത്യമായിട്ട് NIAക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായതോടുകൂടി അവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തങ്ങളാണ് ഈ ഭീകരന്മാരെ ബൈസരൺ വാലിയിൽ എത്തിച്ചത്. മാത്രമല്ല പാക് നിർമ്മിത ഈ പാകിസ്ഥാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങൾ, AK-47 അടക്കമുള്ള ആയുധങ്ങൾ ഭീകരർക്ക് എത്തിച്ചതും തങ്ങളാണ് എന്ന് അവർ വളരെ വ്യക്തമായി മൊഴി കൊടുത്തിരിക്കുന്നു. എന്തായാലും NIAയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടും ഈ ഭീകരന്മാരെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം ആ ആക്രമണം നടത്തിയ 4 പേരെ, അവരെ കൃത്യമായിട്ട് ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ്. എന്തായാലും ഈ ആയുധങ്ങൾ വളരെ രഹസ്യമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടത്തുകയും അവിടെ നിന്ന് ഈ ബൈസരൺ വാലിയിൽ അക്രമികൾക്ക്, ഭീകരന്മാർക്ക് അത് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രദേശവാസികളുടെ സഹായം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും എന്ന് NIAക്ക് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ NIA അത് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ ഈ മൊബൈൽ ലൊക്കേഷൻ, ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച്, മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തിരിച്ചറിഞ്ഞ് അവരെ ചോദ്യം ചെയ്ത് പതുക്കെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് അവരെ പൂട്ടാൻ NIAക്ക് സാധിച്ചു. ഇപ്പോൾ തെളിവുകൾ കൂടി സമ്പൂർണ്ണമായതോടെ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കണം. എന്തായാലും ഇവരിൽ നിന്ന് കിട്ടിയ വിവരം വലിയൊരു മുതൽക്കൂട്ടാണ്. ഇവരുടെ അറസ്റ്റ് വലിയ നേട്ടമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് തല ഉയർത്തി നിന്ന് പാകിസ്ഥാനെതിരായ തെളിവുകൾ, ഇനി ജീവിക്കുന്ന തെളിവുകൾ, ലിവിങ് എവിഡൻസ് നമുക്ക് കാണിക്കാൻ സാധിക്കും. എന്തായാലും ഈ പാകിസ്ഥാൻ്റെ നില ഓരോ ദിവസം ചെല്ലുന്തോറും, ഓരോ മണിക്കൂറുകൾ, ഓരോ മിനിറ്റുകൾ മുന്നോട്ട് പോകുന്തോറും, കടന്നു പോകുന്തോറും കൂടുതൽ പരുങ്ങലിലാണ്. കൃത്യമായ തെളിവുകൾ, കൃത്യമായ പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഈ ആരൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, എവിടെ വെച്ച് ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ സഹായങ്ങൾ നൽകി, ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത് തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവരി പോയിന്റ്, എല്ലാ വിവരങ്ങളും ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നു. നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നു. അവർ അത് സർക്കാരിനും അതുപോലെ തന്നെ സർക്കാർ വഴി അത് ലോകരാജ്യങ്ങളിലേക്കും എത്തുകയാണ്. എന്തായാലും ഇനി പാകിസ്ഥാന് കൈയൊഴിയാൻ സാധിക്കില്ല. വളരെ കൃത്യമായി സംസാരിക്കുന്ന തെളിവുകൾ അവർക്കെതിരെ ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ട്.
കൂടുതൽ അറസ്റ്റ് ഈ 15 പേരെ കൂടാതെ ഇനിയും മറ്റു ചില ആൾക്കാരും കൂടി, പ്രദേശവാസികളായ ചിലർ കൂടി ഇവരെ സഹായിച്ചതായിട്ട് NIAക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചും NIA അന്വേഷിച്ച് വരികയാണ്. വളരെ കൃത്യമായിട്ട് അവരിലേക്കും താമസിയാതെ എത്തും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഈ ആക്രമണം നടത്തിയ 4 പേരെ, 4 പാക് ഭീകരന്മാരെ വളരെ കൃത്യമായിട്ട് ഏതാണ്ട് വളഞ്ഞു പിടിച്ച് അവരുടെ അടുത്തേക്കെത്തി എന്ന സൂചനയാണ് കിട്ടുന്നത്. 4 പാട് നിന്നും അവരെ വളഞ്ഞിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല, കീഴടങ്ങുകയേ നിവർത്തിയുള്ളൂ. എന്തായാലും ഈ ചെറുപ്പക്കാർ വളരെ പ്രായം കുറഞ്ഞ 25 വയസ്സിനൊക്കെ താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഇവിടെ ഇപ്പോൾ ഈ അറസ്റ്റിലായ 15 പേരുടെ പേരുവിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല NIA. എന്നാലും നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഇവരെല്ലാവരും ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരാണ് വലിയ തോതിൽ ഈ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത്. നമുക്കറിയാം കാശ്മീരിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും അവരുടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റ് അനുകൂലമായ സാഹചര്യങ്ങളില്ല അവിടെ. ഈ ആർട്ടിക്കിൾ 370 പച്ചയിൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ചില കുടുംബങ്ങൾ, ചില രാഷ്ട്രീയ നേതാക്കൾ ഈ കിട്ടുന്ന പണം, ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം വലിയ തോതിൽ അടിച്ചു മാറ്റുകയാണ് ചെയ്തിരുന്നത് എന്ന സത്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്തായാലും ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി കാശ്മീർ വളരെ സ്വതന്ത്രമായി. ആ സ്വതന്ത്രമായ കാശ്മീരിൽ പുതിയ വ്യവസായങ്ങൾ വന്നു. പുതിയ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വലിയ സൗകര്യങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഹോം സ്റ്റേകൾ അടക്കം. അപ്പോൾ അത് ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവർക്ക് അവരുടെ പോക്കറ്റിൽ പണം വന്നു തുടങ്ങി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വന്നു തുടങ്ങി, അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം വലിയ മാറ്റം കാശ്മീരിൽ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞത്. എന്തായാലും അതിനുവേണ്ടി ഒത്താശ ചെയ്യാൻ, അതിന് പിന്തുണയ്ക്കാൻ ഒരു ചെറിയ വിഭാഗം കാശ്മീരികളെങ്കിലും ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നമ്മുടെ പൗരന്മാർ ഇത്തരത്തിൽ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ തയ്യാറാകുന്ന മനസ്സ് അവർക്കുണ്ട്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യുന്നു എന്നുള്ള സത്യം, വസ്തുത നമ്മൾ വളരെ ഗൗരവത്തോടെ, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ പിടിയിലായ 15 പേരെ കൂടാതെ മറ്റാരൊക്കെ ഈ കണ്ണിയിൽ അണിചേർന്നിട്ടുണ്ട്, ഈ ചങ്ങലയിൽ അണിചേർന്നിട്ടുണ്ട്, കണ്ണികളായിട്ടുണ്ട് എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും NIAക്ക് അതിന് സാധിക്കും. വളരെ കൃത്യമായിട്ട് ഇനി ആ 4 പേർ കൂടി പിടിയിലാകാൻ ഉണ്ട്. ആ 4 പേർ എത്രയും വേഗം പിടിയിലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനൊരു വാർത്ത, അങ്ങനൊരു ശുഭവാർത്ത കിട്ടുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങളേവരും, പൗരന്മാരേവരും കാത്തിരിക്കുന്നത്.